ജനാധിപത്യത്തിൽ തിരഞ്ഞെടുപ്പുകൾ വരും, പോകും. ചിലർ ജയിക്കും, ചിലർ തോൽക്കും. ജയിച്ചവൻ ജനപ്രതിനിധിയായി നിയമസഭയിലേക്ക് പോകുമ്പോൾ തോറ്റവൻ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി അടുത്ത 5 വർഷത്തേക്കുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ഇതാണ് ലോകമെമ്പാടുമുള്ള ജനാധിപത്യ പ്രക്രിയയുടെ ഒരു സ്വാഭാവിക രീതി. നിങ്ങൾ എവിടെയെങ്കിലും ഒരു തോറ്റ സ്ഥാനാർത്ഥി, അതും 20,000-ഓളം വോട്ടുകൾക്ക് തോറ്റമ്പി നിലം പരിശായ ഒരു സ്ഥാനാർത്ഥി, ഇലക്ഷന് ശേഷം ഞാനാണ് ജയിച്ചത്, ഞാൻ മാത്രമാണ് ജയിച്ചത് എന്ന ഭാവത്തിൽ നാട്ടിലൂടെ നെഞ്ചും വിരിച്ച് നടക്കുന്നത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ നേരെ കണ്ണൂർ ജില്ലയിലെ ധർമ്മടത്തേക്ക് വരണം. അവിടെ ഒരാളുണ്ട്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് 8 നിലയിൽ പൊട്ടിയ VP അബ്ദുൾ റഷീദ്. കേരള രാഷ്ട്രീയത്തിൽ പല വമ്പന്മാരും തോറ്റിട്ടുണ്ട്. മുഖ്യമന്ത്രിയായിരുന്നവർ, കേന്ദ്രമന്ത്രിയായിരുന്നവർ, വൻകിട നേതാക്കൾ തോൽക്കുമ്പോൾ അവർ തോൽവി സമ്മതിച്ച് മാറി നിൽക്കും. എന്നാൽ ഈ VP അബ്ദുൾ റഷീദ് അങ്ങനെയല്ല. പുള്ളിക്കാരൻ്റെ ഇപ്പോഴത്തെ പോക്കും സംസാരവും ചാനലുകളിലെ ഇളകിയാട്ടവും കണ്ടാൽ ധർമ്മടത്തെ MLA പിണറായി വിജയനല്ല, താനാണ് എന്ന് ഇയാൾ സ്വയം വിശ്വസിച്ചിരിക്കുകയാണോ എന്ന് ആർക്ക് സംശയം തോന്നും. ഈ അടുത്ത കാലത്തായി ധർമ്മടത്ത് അദ്ദേഹം നടത്തുന്ന ചില പ്രസ്താവനകളും മാധ്യമങ്ങൾക്ക് മുന്നിലെ പോസ്റ്റ് ചെയ്യലുകളും കണ്ടാൽ ഒരു കാര്യം വ്യക്തമാണ്: അബ്ദുൾ റഷീദ് ഇപ്പോഴും ഭൂമിയിലല്ല, ഏതോ അന്തരീക്ഷത്തിൽ വായുവിൽ നിൽക്കുകയാണ്. എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഈ അമിത ആത്മവിശ്വാസത്തിന് കാരണം? മറ്റൊന്നുമല്ല, വോട്ടെണ്ണൽ ദിവസം ആദ്യത്തെ കുറച്ചു നേരം, കൃത്യമായി പറഞ്ഞാൽ ആദ്യത്തെ 6 റൗണ്ട് എണ്ണിയപ്പോൾ താൻ മുന്നിലായിരുന്നു എന്ന ഒറ്റ കാര്യമാണ് ഈ 6 റൗണ്ട് MLAയുടെ ഇപ്പോഴത്തെ ക്യാപിറ്റൽ അഥവാ മൂലധനം. ആദ്യത്തെ ചില UDF ശക്തി കേന്ദ്രങ്ങളിലെ പെട്ടികൾ എണ്ണിയപ്പോൾ കുറച്ച് വോട്ടിന് മുന്നിൽ നിന്നതിനാണ് ഈ മനുഷ്യൻ ധർമ്മടം മണ്ഡലം താൻ പിടിച്ചെടുത്തു എന്ന് പരോക്ഷമായി അവകാശപ്പെട്ട് നടക്കുന്നത്. 100 മീറ്റർ ഓട്ട മത്സരത്തിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ആദ്യം കാൽ മുന്നോട്ട് വച്ചതിന് ശേഷം ഒടുവിൽ അവസാന സ്ഥാനക്കാരനായി ഫിനിഷ് ചെയ്ത ഒരുത്തൻ തുടക്കത്തിൽ ഞാനായിരുന്നു ഒന്നാമത്, അതുകൊണ്ട് ഗോൾഡ് മെഡൽ എനിക്ക് തരണം എന്ന് പറയുന്നത് പോലെ ഒരുമാതിരി തൊലി കെട്ട ലോജിക്കാണിത്. എന്നാൽ യഥാർത്ഥ കോമഡി ഇതൊന്നുമല്ല. ഇയാൾ ഇപ്പോൾ ഒരു പുതിയ വെല്ലുവിളിയുമായി ഇറങ്ങിയിരിക്കുകയാണ്. ധർമ്മടത്തെ MLA സ്ഥാനം പിണറായി വിജയൻ രാജിവെക്കണമെന്ന്. 27-ാം തീയതി ഇയാളിട്ട ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ പറയുന്നത് പിണറായി വിജയന് ധൈര്യമുണ്ടെങ്കിൽ രാജിവെച്ച് ഉപതെരഞ്ഞെടുപ്പിനെ നേരിടണമെന്നാണ്. ഇത് കണ്ട് കേരളത്തിലെ സാമാന്യ ബോധമുള്ള ജനങ്ങൾ മുഴുവൻ മൂക്കത്ത് വിരൽ വയ്ക്കുകയാണ്. എന്തുകൊണ്ടാണ് അബ്ദുൾ റഷീദ് ഇത്രയും വലിയൊരു വിഡ്ഢിത്തം വീണ്ടും വീണ്ടും വിളിച്ചു പറയുന്നത്? ഇതിന് പിന്നിലെ സൈക്കോളജി എന്താണ്? അത് മനസ്സിലാകണമെങ്കിൽ നമ്മൾ കേരളത്തിലെ PSC പരീക്ഷകളുടെ റാങ്ക് ലിസ്റ്റ് എങ്ങനെയാണെന്ന് അറിയണം. PSC റാങ്ക് ലിസ്റ്റിൽ 1-ാം റാങ്കുകാരൻ ജോലിക്ക് കയറുന്നു. കുറച്ചുനാൾ കഴിയുമ്പോൾ 1-ാം റാങ്കുകാരൻ ആ ജോലി രാജിവെച്ച് പോവുകയോ അല്ലെങ്കിൽ അയാൾക്ക് മറ്റെന്തെങ്കിലും അസൗകര്യം വരികയോ ചെയ്താൽ സ്വാഭാവികമായും എന്ത് സംഭവിക്കും? ആ ഒഴിവിലേക്ക് ലിസ്റ്റിലുള്ള 2-ാമത്തെ ആൾക്ക് ജോലി കിട്ടും. ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമായില്ലേ? ഇതേ PSC റാങ്ക് ലിസ്റ്റ് നിയമമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉള്ളത് എന്നാണ് അബ്ദുൾ റഷീദ് വിശ്വസിച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു. പിണറായി വിജയനാണ് 1-ാം റാങ്ക്, താൻ 2-ാം റാങ്കുകാരനാണ്. പിണറായി വിജയനെ കൊണ്ട് എങ്ങനെയെങ്കിലും MLA സ്ഥാനം രാജിവെപ്പിച്ചാൽ പിറ്റേ ദിവസം രാവിലെ തന്നെ KL01 സ്റ്റേറ്റ് കാറും പിടിച്ച് തനിക്ക് നിയമസഭയിലേക്ക് പോകാമെന്നാണ് ഈ പാവം സ്വപ്നം കാണുന്നത്. പക്ഷേ റഷീദിന് ഒറ്റയ്ക്ക് ഇത്രയും വലിയൊരു അബദ്ധം തോന്നാൻ സാധ്യതയില്ല. ഇവിടെയാണ് നമ്മൾ മുസ്ലിം ലീഗിൻ്റെ പങ്ക് അന്വേഷിക്കേണ്ടത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച അബ്ദുൾ റഷീദിന് കോൺഗ്രസ്സുകാരേക്കാൾ കൂടുതൽ ഫാൻസ് ഉള്ളത് മുസ്ലിം ലീഗുകാർക്കിടയിലാണ്. അബ്ദുൾ റഷീദിൻ്റെ വകതിരിവില്ലാത്ത ഈ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് താഴെ ലൈക്കടിക്കാനും ഷെയർ ചെയ്യാനും മത്സരിക്കുന്നത് ലീഗുകാരാണ്. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്: റഷീദിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ചില കുബുദ്ധികളായ ലീഗുകാർ റഷീദിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത് മറ്റെന്തോ ആണ്. റഷീദ്ക്ക, ഈ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോയാൽ 6 മാസത്തിനുള്ളിൽ തന്നെ പിണറായി രാജിവെക്കും. മൂപ്പർ രാജിവെച്ചാൽ പിന്നെ രണ്ടാമതുള്ളത് നിങ്ങളല്ലേ, പിന്നെ നിങ്ങളായിരിക്കും ധർമ്മടം MLA. ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്ക. ഈ രീതിയിൽ ലീഗുകാർ ഈ പാവത്തെ വട്ടം കറക്കി കൊഞ്ഞാണനാക്കുകയാണെന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ തോറ്റ ഒരാൾ ഇങ്ങനെ പെരുമാറുമോ? കണ്ട രീതിയിൽ ചൂട് ചോറ് വാരാൻ ലീഗിന് കിട്ടിയ ഏറ്റവും മികച്ച ഒരു ഉപകരണമായി റഷീദ് മാറിയിരിക്കുകയാണ്. അതേസമയം കോൺഗ്രസ്സുകാരുടെ അവസ്ഥയാണ് ഇതിലും കഷ്ടം. ഈ വിഷയത്തിൽ കോൺഗ്രസ്സുകാർക്ക് വലിയ പിടുത്തമൊന്നുമില്ല. അബ്ദുൾ റഷീദിൻ്റെ പോസ്റ്റുകൾ ഷെയർ ചെയ്യാൻ പോലും കോൺഗ്രസ് നേതാക്കൾക്ക് താല്പര്യമില്ല എന്ന് യാഥാർത്ഥ്യം. അവർ തമ്മിൽ ചോദിക്കുന്നത് വേറൊരു കാര്യമാണ്: 20,000 വോട്ടിന് തോമ്പിയടിച്ച ഒരു തോറ്റ MLAക്ക് എന്തിനാണോ നമ്മൾ ഇത്രയും വലിയ പരിഗണന കൊടുക്കുന്നത്? കോൺഗ്രസ്സുകാർക്ക് ഒരു കാര്യം നന്നായി അറിയാം: പിണറായി രാജിവെച്ചാലും ഇനി അവിടെ 10 ഉപതെരഞ്ഞെടുപ്പ് നടന്നാലും റഷീദ് ജയിക്കാൻ പോകുന്നില്ല എന്ന്. അതുകൊണ്ട് അവർ ഈ കോമാളി നാടകത്തിൽ നിന്ന് സുരക്ഷിതമായി അകലം പാലിക്കുകയാണ്.
20,000 വോട്ടിന് തോറ്റിട്ടും ഞാനാണ് ഹീറോ എന്ന് പറഞ്ഞ് നടക്കുന്ന റഷീദ് കേരള രാഷ്ട്രീയത്തിലെ യഥാർത്ഥ പോരാളികളുടെ ചരിത്രം ഒന്നറിയണം. 2021 തെരഞ്ഞെടുപ്പിൽ കോട്ടയത്തെ പുതുപ്പള്ളി മണ്ഡലം അർദ്ധനൂറ്റാണ്ട് കാലം, അതായത് 50 വർഷം ഉമ്മൻചാണ്ടി എന്ന അതികായൻ അടക്കി ഭരിച്ച മണ്ഡലം. അവിടെ ജനങ്ങൾക്കിടയിൽ ഒരു വിശുദ്ധനെ പോലെ ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ തൻ്റെ 31-ാം വയസ്സിൽ മത്സരിക്കാനിറങ്ങിയ ജെയ്ക്ക് സി തോമസ് എന്ന ചെറുപ്പക്കാരനെ ഓർമ്മയുണ്ടോ? ആ തെരഞ്ഞെടുപ്പിൽ 50 വർഷത്തെ ഉമ്മൻചാണ്ടിയുടെ കോട്ടയിലേക്ക് ജെയ്ക്ക് സി തോമസ് ഇരച്ചു കയറിയപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം വെറും 9,000 വോട്ടിലേക്ക് കൂപ്പുകുത്തി. 1,00,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു നേതാവിനെയാണ് ആ ചെറുപ്പക്കാരൻ വിറപ്പിച്ചത്. എന്നിട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ജെയ്ക്സ് എന്തെങ്കിലും കോമാളിത്തരം കാണിച്ചോ? ഉമ്മൻചാണ്ടിയോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടോ? താനാണ് പുതുപ്പള്ളിയുടെ ഷാഡോ MLA എന്ന് പറഞ്ഞ് നടന്നോ? ഇല്ല. കാരണം ജെയ്ക്ക് സി തോമസിന് വ്യക്തമായ രാഷ്ട്രീയ ബോധ്യമുണ്ട്. തോറ്റവൻ തന്നെയാണെന്നും ജയിച്ചവനാണ് നിയമസഭയിൽ പോകേണ്ടതെന്നും അദ്ദേഹത്തിനറിയാം. 55 വർഷം കഷ്ടപ്പെട്ട് ജയിച്ച ഉമ്മൻചാണ്ടിക്ക് മാത്രമായിരുന്നു അന്ന് കയ്യടികൾ ലഭിച്ചത്. അവിടെയാണ് എങ്ങനെയെങ്കിലും പിണറായി അയോഗ്യനാക്കിയാൽ താൻ MLA ആകുമെന്ന് കരുതി നടക്കുന്ന ഈ 6 റൗണ്ട് താരത്തിൻ്റെ രാഷ്ട്രീയ പാപ്പരത്വം കേരളം തിരിച്ചറിയുന്നത്. ഇനിയെങ്കിലും ഈ നാടകം അവസാനിപ്പിക്കണം. അതിന് സാമാന്യ ജനങ്ങൾ വിചാരിച്ചാൽ നടക്കില്ല. ഈ അബ്ദുൾ റഷീദിന് വിശ്വാസമുള്ള ആരെങ്കിലും ഈ സത്യങ്ങൾ അയാളെ പറഞ്ഞ് മനസ്സിലാക്കണം. PK കുഞ്ഞാലിക്കുട്ടിയോ അല്ലെങ്കിൽ വോട്ടെണ്ണൽ സമയത്ത് റഷീദിനെ വിളിച്ച് ആവശ്യമില്ലാത്ത പണിയെടുക്കരുത് എന്ന് ഉപദേശിച്ച സാക്ഷാൽ KM ഷാജിയോ തന്നെ ഇതിന് മുൻകൈ എടുക്കണം. കുഞ്ഞാലിക്കുട്ടി സാഹിബും ഷാജിയും എത്രയും പെട്ടെന്ന് റഷീദിനെ ഒന്നുകൂടി ഫോണിൽ വിളിക്കണം. എന്നിട്ട് ഇങ്ങനെ പറയണം: എടാ റഷീദേ, നീ വിചാരിക്കുന്നത് പോലെ അല്ല കേട്ടോ കാര്യങ്ങൾ. ഇത് നിയമസഭയാണ്, PSC ഓഫീസല്ല. MLA രാജിവെച്ചാൽ രണ്ടാമതുള്ള നിന്നെ പിടിച്ച് MLA ആക്കാൻ നിയമത്തിന് വകുപ്പില്ല. അവിടെ വീണ്ടും ഇലക്ഷൻ വരും. അതിന് ഉപതെരഞ്ഞെടുപ്പ് എന്നാണ് പറയുക. അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ധർമ്മടത്ത് വന്നാൽ ഈ കഴിഞ്ഞ തവണ കിട്ടിയ 20,000 സ്ഥാനത്ത് അവർ നിന്നെ 50,000 വോട്ടിന് പൊട്ടിച്ചെടുക്കും. അതുകൊണ്ട് നീ ഈ രാജിവെക്കൽ പോസ്റ്റും എടുത്ത് വല്ല കേന്ദ്രത്തിലും കൊണ്ടുപോയി കളഞ്ഞിട്ട് വേറെ വല്ല പണിക്ക് നോക്കടാ. അതെ, KM ഷാജിയോ കുഞ്ഞാലിക്കുട്ടിയോ ഇങ്ങനെ പറഞ്ഞാൽ മാത്രമേ അബ്ദുൾ റഷീദ് ഈ PSC റാങ്ക് ലിസ്റ്റ് ഹാങ് ഓവറിൽ നിന്ന് പുറത്തു വരികയുള്ളൂ. രാഷ്ട്രീയത്തിൽ തോൽക്കാം, ജയിക്കാം. എന്നാൽ ഒരു ജനതയെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് ഇല്ലാത്ത വിജയത്തിൻ്റെ പേരിൽ അന്തരീക്ഷത്തിൽ വായുവിൽ കോട്ട കെട്ടുന്ന ഈ 6 റൗണ്ട് MLA കളികൾ കേരളത്തിലെ രാഷ്ട്രീയ പ്രബുദ്ധതയ്ക്ക് അപമാനമാണ്. VP അബ്ദുൾ റഷീദിന് അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ധർമ്മടത്തെ ജനങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തുന്ന ഈ പരിപാടി അവസാനിപ്പിച്ച് ഒരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തകനായി താഴെത്തട്ടിൽ പണിയെടുക്കാൻ തയ്യാറാകണം. അല്ലാതെ പിണറായി വിജയൻ്റെ കസേരയ്ക്ക് താഴെ റാങ്ക് ലിസ്റ്റും പിടിച്ച് കാത്തിരുന്നാൽ അവസാനം നിരാശ മാത്രമായിരിക്കും ബാക്കി.